കേരളത്തിലെ പവർ കട്ടിൻ്റെ അവസ്ഥ എന്താ സാർ ഇപ്പോൾ? കേരളത്തിൻ്റെ വൈദ്യുതി രംഗം അതിരൂക്ഷമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരെ പകുതിയെ റിസർവോയറിൽ വെള്ളമുള്ളൂ. 30% കുറവാണ് അല്ലേ? ഇപ്പോൾ അല്ല 50%. ഇൻഫ്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ജൂൺ ജൂലൈ മാസത്തിൽ ഒഴുകി വന്ന വെള്ളം ഏതാണ്ട് 3862 മില്യൺ യൂണിറ്റിനുണ്ടായിരുന്നു. അതിപ്പോൾ 1600 ചുരുങ്ങി. അപ്പോൾ ജൂൺ ജൂലൈ മാസത്തെ വെള്ളമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രക്ഷ. ഈ വെള്ളം നമ്മൾ സാധാരണ എടുക്കില്ല, അത് വേനൽക്കാലത്തേക്ക് സംഭരിച്ച് വെക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ റിസർവോയറുകളിലെ മെഷീൻസൊക്കെ ഇപ്പോൾ വിശ്രമത്തിലായിരിക്കും സാധാരണ നിലയിൽ. റിപ്പയർ പണിയൊക്കെ ഇപ്പോഴാണ് നടക്കുക. നമ്മൾ ഓവർഫ്ലോ ആകുന്ന വെള്ളം, അതായത് സ്പില്ലാകുന്ന വെള്ളം, റൺ ഓഫ് ദി റിവർ, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കറണ്ടാണ് നമ്മൾ മഴക്കാലത്ത് കൊടുക്കാറ്. യഥാർത്ഥത്തിൽ ആ വെള്ളം ഇപ്പോൾ ഇല്ല. അപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് വേനൽക്കാലത്തേക്കാണ് വരാൻ പോകുന്നത്. കാരണം ഇപ്പം നമ്മളുള്ള ഈ വെള്ളം എടുത്തിട്ട് വൈദ്യുതി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് ഒരു ചായ കുടിക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ അതോട് കൂടിയിട്ട് അതൊക്കെ തീരും. ഈ പവർ കട്ട് വരുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, അത് നമുക്ക് ഈ ആൾക്കാരുടെ ഒരു തെറ്റായ ബോധത്തിലേക്ക് അറിയാവുന്ന ചില ആൾക്കാർ ഈ തെറ്റായ ചില ചിന്താഗതികൾ നയിക്കുകയാണല്ലോ. ഇത് നമുക്ക് വൈദ്യുതി എന്ന് പറയുന്നത് തെർമൽ വൈദ്യുതി ഒന്നും ഈ പത്തായത്തിൽ വിത്ത് വെക്കുന്നത് പോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നില്ല. അന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ കൊടുക്കണം. വെള്ളം നമുക്ക് കുറച്ച് സൂക്ഷിച്ച് വെക്കാം. പക്ഷേ വെള്ളം സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. കാരണം മഴക്കാലത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് നഷ്ടമല്ലേ. അപ്പം നമ്മൾ വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ നടത്തുക. ജൂൺ മാസം 1-ാം തീയതി സാധാരണ നിലയിൽ മഴ പെയ്യും എന്ന ധാരണയിൽ ജൂൺ 1-ന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള വെള്ളം സാധാരണ നിലയിൽ സംഭരിച്ച് വെക്കേണ്ടതുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കാലാവസ്ഥ ചതിക്കുമെന്ന് മനസ്സിലാക്കി ജൂലൈ 30 വരെയുള്ള വെള്ളം നമ്മൾ സംഭരിച്ച് നിർത്തി. കണക്കുകൾ കൊണ്ടാണ് കളിക്കുന്നതെങ്കിൽ ഞാൻ പറയാം, 726 മില്യൺ യൂണിറ്റിനുള്ള വൈദ്യുതി ജൂൺ മാസം 1-ാം തീയതി നമ്മൾ സംഭരിച്ച് നിർത്തി. ദാറ്റ് മീൻസ് 2 മാസത്തേക്കുള്ള വൈദ്യുതി ഉണ്ടാക്കാനുള്ള വെള്ളം നമ്മൾ ജൂൺ മാസം 1-ാം തീയതി സംഭരിച്ച് വെച്ചു. അതിനേക്കാൾ അപ്പുറം സംഭരിച്ച് വെക്കുന്ന ആൾക്കാർക്ക് തലക്ക് പട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്താന്ന് പറഞ്ഞാൽ സംഭരിച്ച് വെക്കാൻ പറ്റില്ല. കാരണം മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംഭരിച്ച് വെച്ച വെള്ളം നഷ്ടമല്ലേ. അപ്പം നല്ലൊരു മഴ പെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തിനാണ് ഈ ജൂൺ മാസം ഇത്രയും വെള്ളം സംഭരിച്ച് വെച്ചത്? ജൂൺ മാസം മഴ പെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പരമാവധി മിനിമം ലെവലിലേക്ക് എത്തിക്കേണ്ടതായിരുന്നില്ല എന്ന ചോദ്യം വരുമല്ലോ. എന്തിനും ഒരു മറു ചോദ്യം ഉണ്ടോ? അതെ. അപ്പോൾ ഇത് അറിയാവുന്ന ആൾക്കാർ ആരും ഇങ്ങനെ സാധാരണ നിലയിൽ പറയില്ല. ജൂൺ മാസം 26-ാം തീയതിയാണ് അരമണിക്കൂർ ലോഡ് ഷെഡിങ് പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ചാൽ ജൂലൈ മാസം വരെ നമ്മൾ എടുക്കാൻ വെള്ളമുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് എടുത്തങ്ങ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മുടെ തലയിലുള്ള ഒരു പ്രശ്നം, ഇപ്പം ബി ആർ കൃഷ്ണൻ ഏതാണ്ട് എല്ലാ ദിവസവും എന്നെ വിളിക്കും, ജസ്റ്റിസ് ബി ആർ കൃഷ്ണൻ. ബാലൻ എങ്ങനെയാണ് ഉറക്ക് വരുന്നത്? എനിക്ക് ഉറക്ക് വരുന്നില്ലല്ലോ. ബാലൻ എങ്ങനെയാണ് ഉറക്ക് വരുന്നത്? എങ്ങനെയാണ് നിങ്ങൾ വേനൽക്കാലത്ത് മാനേജ് ചെയ്യാൻ പോകുന്നത്? കാരണം അദ്ദേഹത്തിന് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. കാരണം ആദ്യത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. യഥാർത്ഥത്തിൽ നല്ല ടെൻഷൻ തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ. ഒരു ടേസ്റ്റ് അറിഞ്ഞ് രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോലും സാധാരണ നിലയിൽ കഴിയില്ല. ഞാനിപ്പോൾ മന്ത്രി ആയതിനു ശേഷം ആകെ 2 സിനിമയാണ് ആകെ കണ്ടിട്ടുണ്ട്. അത് ഒന്ന് നമ്മളെ ഇതില്ലേ, യു ആർ കറക്റ്റ്, ഒന്ന് അറബി കഥയും ഒന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മളെ രജനീൻ്റെ ഒരു മലയാള പടയിലെ കഥ വൈകിട്ടുള്ള കണ്ടത്. അത്യാവശ്യം ഒരു വലിപ്പുള്ള പടം ഞാൻ കാണും, വലിയ സീരിയസ് ആയിട്ടുള്ള പടമൊന്നും വലിങ്ങനെ. അതെ. അന്നും തന്നെ ശ്രീനിവാസനെ വിളിച്ച് പറഞ്ഞിരുന്നു. കാരണം അതിൽ എൻ്റെ ഒരു ടച്ച് ഉണ്ട്, അത് ചെറിയ രൂപത്തിൽ. കാരണം നമ്മളിപ്പോൾ മന്ത്രിയായി നമുക്കൊന്നും ഇതിപ്പോൾ എന്താന്നുള്ള വലിയൊരു അത്ഭുതമൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചിട്ട് ഹോട്ടലിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കാണുന്ന സമയത്ത് ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് എനിക്കും അവർക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിതൊന്നും തോന്നില്ല. നമുക്കിപ്പോൾ മന്ത്രിയായി ഇത് കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ ഇതങ്ങ് പോകും. പിന്നെ നമ്മളൊരു സാധാരണ ബാലൻ തന്നെയാണ്, ഓരോന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ കൂടെ കളിക്കുകയും പഠിക്കുകയും പണിയെടുക്കുകയും ചെയ്ത ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. ഞാൻ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ നമ്മളൊരു മന്ത്രി, അപ്പോൾ അയാളിപ്പോഴും ഒരു ജോലിക്കാരൻ. അപ്പോൾ അയാളുടെ മനസ്സിൻ്റെ അകത്തൊരു വല്ലാത്ത ഒരു സന്തോഷമായിരിക്കും. കോഴിക്കോട് റിപ്പോർട്ടർ പറഞ്ഞു കർക്കിടക മാസത്തിൽ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സാറെന്ന്. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ്, എല്ലാ ദിവസവും മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. കറക്റ്റാണിത്. പണ്ട് ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ
മഴ പെയ്യുന്ന ഒരു സമയമാണ്. ഈ മഴ പെയ്യുന്ന സമയത്തൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഈ കൂലിപ്പണിക്കാർക്ക് ജോലി ഉണ്ടാവില്ല. അച്ഛൻ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല. ജോലി ഇല്ലെങ്കിൽ പിന്നെ കരമുറ പട്ടിണി. ഇതൊന്നും ഇപ്പോൾ ആരും പറയില്ല. കാരണം എന്താ വെച്ചാൽ മന്ത്രിയായി മറ്റേതായി ഡോക്ടർ കല്യാണം കഴിച്ച് വലിയ നില മറ്റേതൊക്കെ അങ്ങ് മറക്കും. അതൊന്നും ഞാൻ ജന്മനാ തന്നെ വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ചതാണ് പറയാൻ ആഗ്രഹിക്കുക ഞാൻ. പക്ഷെ പച്ച മലയാളത്തിൽ പച്ചയായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതാണ്. കാരണം അതൊന്നും ഒളിച്ചു വെക്കുന്ന ഒരാളല്ല ഞാൻ. ആ സിംപ്ലിസിറ്റി ആയിരിക്കും തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ SF-ന്റെ ഹെഡ് ആവാനും കാരണം അല്ലേ? അതെ 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 അത് 73-ൽ ഞാൻ ബ്രണ്ണൻ കോളേജ് ചെയർമാനാണ്. ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്കെതിരായിട്ട് മത്സരിച്ച ആളാണ് സുധാകരൻ പിള്ള, നമ്മളെ മുൻ മന്ത്രി സുധാകരൻ. അപ്പോൾ കർക്കിടക മാസത്തിലേക്ക് വരട്ടെ. അന്ന് കർക്കിടക മാസം കാണുമ്പോൾ ഒരു വല്ലാത്ത പേമാരിയും അതുപോലെ തന്നെ ഇടിയും മിന്നലും ഇതായിട്ടിങ്ങനെ ഓല കൊണ്ടുള്ള വീടാണല്ലോ. അപ്പോൾ ഈ വെള്ളവും മഴയും ഈ വേനലും അല്ല ഈ ഇടിമിന്നലും മേഘവും കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒരു പ്രകാശം വരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു പ്രതീക്ഷയാണ് അന്ന് മനസ്സിൽ. അപ്പോൾ അന്നൊരു മഴ പെയ്യുമ്പോൾ ആകെ ഒരു പേടിയാണ്. കാരണം വീട് പട്ടിണിയായിരിക്കും, അച്ഛന് ജോലി ഉണ്ടാവില്ല, പരിസരത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അവിടെ നിന്ന് ഞാനിപ്പോൾ അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ്. അന്ന് ഇങ്ങനെ ഈ ചുരുണ്ട് കൂടി ഇങ്ങനെ പായിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നാളെ മഴ ഉണ്ടാകരുതേ എന്നാഗ്രഹിക്കുന്ന എൻ്റെ മനസ്സ് ഇന്ന് എല്ലാ ദിവസവും മഴ പെയ്യണേ എന്നുള്ളടുക്കത്താണ്. ഒരു വല്ലാത്തൊരു മാറ്റമാണല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു നല്ല കാറ്റും ഒരു മഴയും വരുമ്പോൾ ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കും മഴ ഉണ്ടോ എന്നുള്ളത്. ചില എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറയും പല മഴ പെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോടും പറയാറുണ്ട്, ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ പേടിച്ച് നിന്നതാണ്. ഇന്നെനിക്ക് ഒരു മഴ കാണാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു. കാലാവസ്ഥയിൽ വല്ലാത്തൊരു മാറ്റമാണ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അസംബ്ലി തന്നെ പറഞ്ഞല്ലേ, കർക്കിടകം കുംഭമായി പോയി, കുംഭം കർക്കിടമായി. ഞാൻ എന്താ ഇപ്പം അതിൻ്റെ അത് ചെയ്യാൻ പറ്റും? ഞാൻ അസംബ്ലി ചോദിച്ചതാണ്. സൗരയൂഥത്തിൽ തന്നെ പ്ലൂട്ടോ തിരിച്ചു പോയി സൗരയൂഥത്തിൽ. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമോ? ബുധൻ്റെ വ്യാസത്തിന് മാറ്റം വന്നു. അതിപ്പോൾ ഞാനെന്ത് വിചാരിച്ചാലും മാറ്റാൻ പറ്റുന്നതാണോ? ആൺകുട്ടികൾ ഗർഭം ധരിക്കുന്ന കാലമാണ്. ഞാൻ അസംബ്ലി പറഞ്ഞതാണ്.